എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സഭാരാധനയിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസം കൂടിയിട്ടല്ല, വിശ്വാസം പഠിച്ചിട്ടല്ല, വിശ്വാസം മനസ്സിലാക്കിയിട്ടല്ല. അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളെയും ഉപദേശിയെയും പേടിയായതുകൊണ്ട് മാത്രമാണ് ഞായറാഴ്ച 3 മണിക്കൂർ അവർ നമ്മുടെ യോഗങ്ങളിൽ വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് എന്ത് വിലയാണ് നാം നൽകുന്നത്? അവരെ നാം പരിഗണിക്കാറുണ്ടോ? പലപ്പോഴും തടവ് പുള്ളികളെ പോലെയാണ് നാം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഭീകരമായ അന്തരീക്ഷത്തിൽ മാനസികമായും ശാരീരികമായും വൈകാരികമായും ആധ്യാത്മികമായും വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് കുട്ടികളുടെ സമൂഹം എന്ന് പറയുന്നത്. ഒയാസിസ് TV-യിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്കും ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായ സന്തോഷമാണുള്ളത്. കുറേ കാലമായി ഇത്തരത്തിലുള്ളൊരു വിഷയം പരാമർശിക്കണം, ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് ഇന്നതിന് കഴിയുന്നു. അതിൽ വലിയ സന്തോഷമാണ്. കുട്ടികളും സഭാരാധനയും എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുട്ടികളും സഭാരാധനയും. ഇത് എന്തുകൊണ്ടാണ് ഈ വിഷയം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, മിക്കപ്പോഴും നമ്മൾ സഭാരാധനകളിലും മറ്റ് കൂട്ടായ്മകളിലും കുട്ടികൾക്ക് വേണ്ടുന്ന പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കുട്ടികൾക്ക് നാം പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. അവർ ശരീരവും മനസ്സും കാഴ്ചപ്പാടും ഉള്ളവരാണ്. 2024 കുട്ടികളെ സംബന്ധിച്ച് അവർ കൃത്യമായ ലോകബോധവും കൃത്യമായ അറിവും കൃത്യമായ കാഴ്ചപ്പാടുമുള്ളവരാണ്. അവരോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആരാധനയിൽ എത്രത്തോളം പ്രാധാന്യം അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതും കൂടെ വളരെ പ്രാധാന്യത്തോടുകൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സഭാരാധനയിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസം കൂടിയിട്ടല്ല, വിശ്വാസം പഠിച്ചിട്ടല്ല, വിശ്വാസം മനസ്സിലാക്കിയിട്ടല്ല. അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളെയും ഉപദേശിയെയും പേടിയായതുകൊണ്ട് മാത്രമാണ് ഞായറാഴ്ച 3 മണിക്കൂർ അവർ നമ്മുടെ യോഗങ്ങളിൽ വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് എന്ത് വിലയാണ് നാം നൽകുന്നത്? അവരെ നാം പരിഗണിക്കാറുണ്ടോ? പലപ്പോഴും തടവ് പുള്ളികളെ പോലെയാണ് നാം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഭീകരമായ അന്തരീക്ഷത്തിൽ മാനസികമായും ശാരീരികമായും വൈകാരികമായും ആധ്യാത്മികമായും വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് കുട്ടികളുടെ സമൂഹം എന്ന് പറയുന്നത്. അവരുടെ ചെറിയ പ്രായമാണ്, അവർ കളിച്ച് വളരേണ്ടുന്ന പ്രായമാണ്, അവർ ചിരിച്ച് രസിക്കേണ്ടുന്ന പ്രായമാണ്, പാട്ടുകൾ പാടേണ്ടുന്ന പ്രായമാണ്, കഥകൾ കേൾക്കേണ്ടുന്ന പ്രായമാണ്, ഒരുമിച്ച് സന്തോഷത്തോടെ വർത്തിക്കേണ്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സമയമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. എന്ത് മനോഹരമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. ഇനി കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ആരാധനാ യോഗങ്ങൾ നാം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്നവർ കൂടുതലുള്ള, മുതിർന്നവരെ മാത്രം പരാമർശിക്കുന്ന, മുതിർന്നവരുടെ വിഷയങ്ങളെ മാത്രം ചിന്തിക്കുന്ന വലിയ യോഗങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് അവരുടേതായ ആരാധനാ യോഗങ്ങൾ നാം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നാം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നാം കുട്ടികൾക്ക് വേണ്ടിയുള്ള ആരാധനകൾ നാം അത് ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവരുടെ മനസ്സിലേക്ക് നമുക്ക് കൃത്യമായി
കോറിയിട്ട് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ അവരെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓരോ സഭയ്ക്കും കുട്ടികളുടെ ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആരാധന ആവശ്യമാണ് എന്ന വിഷയത്തെയാണ് നമ്മൾ അധികരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് അതിലൂടെ സാധ്യമാകുന്നു. ഓരോ ആളുകൾക്കും അവരുടെ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ പഠനം നൽകേണ്ടത്. UKG പഠിക്കുന്നൊരു കുട്ടിയെ നമ്മൾ ഒരിക്കലും 8th സ്റ്റാൻഡേർഡിൽ കൊണ്ടിരുത്താറില്ല. എന്തുകൊണ്ട് കുട്ടികൾക്കുള്ള ആരാധന വേണമെന്ന് ചോദിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് ആവശ്യമാണ്. പ്രായത്തിനനുസരിച്ച് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്ന ആളുകൾ കൂടുതലുള്ള സഭാരാധനകളിൽ സ്വാഭാവികമായും കുട്ടികളെ ശ്രദ്ധിക്കാൻ അവിടുത്തെ ഉപദേശിക്കോ മറ്റ് പ്രിയപ്പെട്ടവർക്കോ കഴിയുകയില്ല. കുട്ടികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അവിടെ ആർക്കും കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്ദേശങ്ങളും പാഠങ്ങളും പ്രവർത്തികളും എല്ലാം തന്നെ കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് പഠിപ്പിച്ചാലും, അതുപോലെ തന്നെ നമ്മൾ എന്ത് സന്ദേശം പറഞ്ഞാലും, നമ്മൾ ചർച്ചിൽ ചെയ്യുന്ന ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് ആ കുട്ടികളുടെ പുരോഗതിക്ക് കാരണമായി മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രായത്തിനനുസരിച്ചുള്ള ടീച്ചിങ് ആണ് നാം കൊടുക്കേണ്ടത്. ഒരിക്കലും ഒരു LKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ കൊണ്ടിരുത്താറില്ല. കാരണം നമുക്കറിയാം 8th സ്റ്റാൻഡേർഡിൽ ഇരിക്കാനുള്ള പക്വതയും പ്രായവും ആ കുട്ടിക്കായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായം അറിഞ്ഞ് നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ വളരെ ലളിതമായ ബൈബിൾ കഥകളാണ് അവരെ പഠിപ്പിക്കേണ്ടത്. യേശുവിൻ്റെ സ്നേഹത്തെ പറ്റിയുള്ള പാഠങ്ങളാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ക്രൈസ്തവ ദർശനങ്ങളുടെ അടിസ്ഥാനങ്ങളാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. ചെറിയ പ്രായത്തിൽ നമ്മുടെ കുട്ടികളുടെ കുഞ്ഞു മനസ്സിൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ അവർ വളരണം. അതിനുവേണ്ടിയുള്ള പാഠങ്ങൾ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, സങ്കീർത്തനം 23-ാം സങ്കീർത്തനം, ഇതൊക്കെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ അവരോട് ഇത് സംസാരിക്കേണ്ടത്. തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ വാക്യം നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആനക്കാര്യവും അലറലും കുട്ടികൾക്ക് അരോചകമാണ് എന്നുള്ളതാണ്. നമ്മൾ വലിയ ആനക്കാര്യങ്ങൾ പറയുന്നു, നമ്മൾ മൈക്കിലൂടെ അലറുന്നു. ആ അലർച്ചയും അതുപോലെ നമ്മൾ പറയുന്ന ആനക്കാര്യങ്ങളും കുട്ടികൾക്ക് തികച്ചും അരോചകമാണ്. കാരണം അവരുടെ പ്രായത്തിനനുസരിച്ച് അത് മനസ്സിലാക്കാനുള്ള ശേഷി അവർക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ്ങിൻ്റെ പ്രാധാന്യം. രണ്ടാമതായി ഇൻ്ററാക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. കുട്ടികളുടെ പങ്കാളിത്തം, ഏത് ശുശ്രൂഷകളാണെങ്കിലും കുട്ടികൾക്കും കൂടെ അതിൽ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആരാധനയിൽ കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അത് പാട്ടുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, അതുപോലെ തന്നെ കൈയടിക്കുന്നതിലൂടെ, മറ്റ് പാർട്ടിസിപ്പേറ്ററി ആക്ടിവിറ്റീസിലൂടെ, മറ്റ് പങ്കാളിത്ത അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് വളരെ കൃത്യമായി കാര്യക്ഷമമായി അവരുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. സൺഡേ സ്കൂൾ ആവട്ടെ, കുട്ടികളുടെ ചർച്ച ആവട്ടെ, അവിടെ അവരുടെ ആരാധനയിൽ നമ്മൾ കൂടുതൽ സ്കിറ്റുകളും അതുപോലെ തന്നെ ഗെയിംസും ഒക്കെ നമ്മൾ
ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൂടെ ദൈവത്തിങ്കിലേക്കും ക്രിസ്തുവിങ്കിലേക്കും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും അവരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സംഗീതത്തിലൂടെയുള്ള ആരാധനയാണ്. കുട്ടികളുടെ ആരാധനയിൽ സംഗീതത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. സംഗീതം എന്ന് പറയുന്നത് തന്നെ വളരെ ലൈവ്ലി ആയിട്ടുള്ള ജീവസുറ്റതാണ്. അതുപോലെ തന്നെ സന്തോഷപ്രദമാണ്, ജോയ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈസി ടു ലേൺ, പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന, ഒരു വാക്യം പഠിക്കുന്നതിനേക്കാളും വേഗതയിൽ കുട്ടികൾ പാട്ട് പഠിക്കുന്നു. പാട്ടിലൂടെ ആരാധന അനുഭവങ്ങളെ നമുക്ക് കുട്ടികളിലേക്ക് പകരാനായിട്ട് കഴിയുന്നു. നമ്മളുടെ പാട്ടുകളൊക്കെ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന പാട്ടുകളായിരിക്കണം. അത്തരം പാട്ട് സെക്ഷനുകളിലൂടെ കുട്ടികൾക്ക് ദൈവത്തെ അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. നാലാമത് പ്രാർത്ഥന, പ്രെയർ. വലിയ ആളുകൾ ഇരിക്കുന്ന യോഗത്തിൽ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ അവസരമില്ല. കുട്ടികൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു ബാലികേറ മല പോലെയാണ്. നമ്മുടെ സഭയിൽ പാട്ട് കഴിഞ്ഞ് 3 പ്രാർത്ഥനയാണ്. 2 സഹോദരിമാരും, ആത്മാവ് പ്രേരിപ്പിക്കുന്ന 2 സഹോദരിമാരും ഒരു സഹോദരനുമാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ആത്മാവ് പ്രേരിപ്പിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ആത്മാവ് എങ്ങനെ ആളുകളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം അവർക്കറിയില്ല. അവരുടെ പ്രായം തീരെ ചെറുതാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ലളിതമായ രീതിയിൽ, ആത്മാർത്ഥമായ രീതിയിൽ, വളരെ സിമ്പിളായിട്ട് അവർ പ്രാർത്ഥിക്കട്ടെ, സിൻസിയറായിട്ട് അവർ പ്രാർത്ഥിക്കട്ടെ. അവരുടെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള സ്നേഹം നിഴലിടട്ടെ, ദൈവത്തെ അവർ സ്തുതിക്കട്ടെ, ദൈവത്തോട് അവർ സഹായം ചോദിക്കട്ടെ, അവരുടെ ഭാഷയിൽ ചോദിക്കട്ടെ, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ലാംഗ്വേജ് അവർ ഉപയോഗിക്കട്ടെ, ലളിതമായ രീതിയിൽ അവർ സംസാരിക്കട്ടെ, ആത്മാർത്ഥതയോടുകൂടി അവർ സംസാരിക്കട്ടെ. ഗ്രൂപ്പ് പ്രാർത്ഥനകൾ നമ്മൾ കുട്ടികൾക്ക്, ടീച്ചേഴ്സ് ആണെങ്കിലും പാസ്റ്റേഴ്സ് ആണെങ്കിലും ഗ്രൂപ്പ് പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഗ്രൂപ്പ് പ്രാർത്ഥനകൾ കൊണ്ട് ഗുണമില്ല. അവരെ ഇൻഡിവിജ്വലി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വ്യക്തിപരമായിട്ട് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അടുത്തത് 5-ാമതായി പറയുന്നത് ഫോക്കസ് ഓൺ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. ഈ കുട്ടികൾക്കുള്ള ആരാധന വേണമെന്ന് നമ്മൾ പറയുമ്പോൾ ചില ഉപദേശിമാർക്ക് അത് ഇഷ്ടമല്ല. എല്ലാവരും പ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ആത്മാവിൽ ഒന്നാണെന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ നിരാകരിക്കാറുണ്ട്. എന്നാൽ കുട്ടികൾക്കുള്ള ആരാധന വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ എന്ത് ശീലമാണ്, എന്ത് അനുഭവമാണ് നമുക്ക് അവർക്ക് നൽകാൻ പറ്റുന്നത്, അത് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം അവർ വളരുമ്പോൾ അവരുടെ ചെറിയ പ്രായത്തിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അവരെ കൂടുതൽ സ്വാധീനിക്കുന്നത്. ബൈബിൾ സ്റ്റോറീസ് പഠിക്കുന്നതോടുകൂടെ തന്നെ, അതുപോലെ തന്നെ ആരാധനയിൽ നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം, മൂല്യങ്ങൾ ഒരു മനുഷ്യനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ മൂല്യങ്ങളുള്ളവനായി തീരുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് എന്ത് മൂല്യങ്ങളാണ് നൽകാൻ കഴിയുക? ദയ, കൈൻഡ്നസ്, ഹോണസ്റ്റി, അതുപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമ, സ്നേഹം, നിസ്വാർത്ഥത, ഇത്തരം ആശയങ്ങളൊക്കെ, ഇത്തരം ക്വാളിറ്റീസൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകരാൻ കഴിയും. അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തിൽ എങ്ങനെ വളരാം എന്നതും പഠിപ്പിക്കാൻ കഴിയും. ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് ക്ഷമയില്ല, ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് സ്നേഹമില്ല, ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് ആത്മാർത്ഥതയില്ല, ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് നിസ്വാർത്ഥമായി പെരുമാറാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ അവർക്ക് കൃത്യമായി അതിനുള്ള വേദി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലൊരു വാഴ നട്ടു എന്നിരിക്കട്ടെ, ആ വാഴയ്ക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ സീസണിലാണ് ഇത് വാഴ നടേണ്ടത്. കൃത്യമായ സമയത്ത് നമ്മൾ അതിന് വേണ്ടുന്ന വളവും മറ്റും നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ കൃത്യമായ സീസണിലല്ല ഈ വാഴ നട്ടതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ സമയാസമയത്ത് ഇതിന് വളം കൊടുത്തില്ല എന്നിരിക്കട്ടെ, നമ്മൾ ഇതിൻ്റെ വളർച്ച ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇതിൽ നിന്നൊരു കുലയെങ്കിലും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം നമ്മൾ
വേണ്ടുന്നത് ചെയ്തിട്ടില്ല. ഇന്ന് നമ്മുടെ യുവതി യുവാക്കന്മാര് ലവ് ജിഹാദിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രണയ വിവാഹങ്ങളുടെയും ലഹരികളുടെയൊക്കെ പിന്നാലെ പോകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അവരെ അവരുടെ ഉള്ളിൽ കൃത്യമായ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടുന്ന വിശിഷ്ട ഗുണങ്ങൾ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം ഇതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആറാമത്തെ കാര്യം ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. കുഞ്ഞുങ്ങളിൽ എപ്പോഴും അവരൊരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. എ സെൻസ് ഓഫ് ബിലോങ്ങിങ് അവർക്ക് നമ്മൾ കൊടുക്കണം. ആൻഡ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഒരു സമൂഹമുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു വലിയ ബോധ്യം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളുടെ കുഞ്ഞുങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനുള്ള വേദി നമ്മൾ കൊടുക്കണം. അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുള്ള വേദി നമ്മൾ ഒരുക്കണം. അതുപോലെ തന്നെ വിശ്വാസയാത്രയിൽ അന്യോന്യം അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുഭവം കൂടെ നമ്മൾ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ എപ്പോഴാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്? സങ്കീർത്തനം വായിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ സംഭവിക്കുന്ന കാര്യം, ഉപദേശി ദേഷ്യപ്പെടും. എന്തിനാണ് ഉപദേശി ദേഷ്യപ്പെടുന്നത്? കോട്ടയത്തൊരു ഉപദേശി കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ചാല് പോയി എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നതിന് പറഞ്ഞതാണ്, ഞാൻ പ്രസംഗിച്ച ആത്മാവിൽ വന്നതായിരുന്നു, അതിൻ്റെ ചാലങ്ങ് മുറിഞ്ഞുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹിതരെ, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരുന്നു. മക്കളെ യഹോവ നൽകുന്ന ദാനമാണ്. ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അവരെ നമ്മൾ മുതിർന്ന ആളുകൾ കൂടുന്ന ആരാധനാ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് തളച്ചിട്ട് അവരെ നശിപ്പിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയും അപേക്ഷയുമാണ് എനിക്കുള്ളത്. ഞാൻ 5-6 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ഏജ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് ആണ്, പ്രായത്തിനനുസരിച്ച് അവരെ നമ്മൾ പഠിപ്പിക്കുക. 2, ഇൻട്രാക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്, അവർക്കും കൂടെ പങ്കാളിത്തം ഉറപ്പാക്കുക. 3, സംഗീതത്തിലൂടെയുള്ള ആരാധനയാണ്. 4, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുക. 5, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പ്രാധാന്യം നൽകുക. 6, അവരൊരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധം അവർക്ക് നൽകുക.